പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ സുരജേട്ടാ, ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കുറച്ച് വിവരക്കേട് പഠിച്ചാൽ മതിയോ? ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കുറച്ച് വിവരക്കേട് പഠിച്ചാൽ മതിയോ? നീ തീർന്നടാ, നീ തീർന്നു. ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ വിവരക്കേട് എന്ന് പറഞ്ഞു. എന്താണ് വിവരക്കേട്? എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. ഒരെണ്ണം പറഞ്ഞു. ശിവനാണോ വിവരക്കേട്? പറഞ്ഞാണല്ലോ ഇടിച്ചെല്ലായിടത്ത് പിച്ചാത്തി പിടിയിട്ടുള്ള പിന്നെ ചേട്ടന് നമ്മുടെ ട്രിവാൻഡ്രം ഒരു ലാംഗ്വേജ് ആ സ്റ്റൈലല്ലേ, അത് കൾച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ. എന്തൊരു തുടുപ്പ് തുടിക്കണത്? ഞാൻ പുറകോട്ട് പോയി. അപ്പോ അതിന്റെ അർത്ഥം ഞാൻ കൾച്ചർ ഇല്ലാത്ത എന്ന് ആളാണ്. ഞാൻ പറഞ്ഞില്ല. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. കൾച്ചേർഡ് ആണ്. അപ്പൊ ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുന്നവരാരും എല്ലാരും ട്രിവാൻഡ്രത്തുകാരെല്ലാരും കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണ്. ഷാജി കേട്ടാ, ഇവിടെ അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയോ? എനിക്കറിയില്ല. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണോ ശരിക്കും കൾച്ചർ എന്ന് പറയുന്നത്? അതല്ല ഉദ്ദേശം. വേറെ കാര്യമില്ല, ഇംഗ്ലീഷും മലയാളം അല്ലാത്ത സ്റ്റൈലിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ല കൾച്ചർ. അല്ല, അങ്ങനെയല്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ വെറും മോശക്കാരനാണെന്നാണ്. എന്ന് ഞാൻ പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അതോ സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. വിവരക്കേട് പഠിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താ ഉദ്ദേശിച്ചത്? അല്ല, അത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. വിവരക്കേട് ഇത് തിരുവനന്തപുരത്തുകാരെല്ലാം സംസാരിക്കുന്നത് വിവരക്കേട് ആണ്. ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതാ, എന്തുവാ, എന്തുട്ടാ, എന്തിയെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. എന്റെ ജില്ലക്കാർ ഇത്തിരി പോലെ എന്തരെന്നെങ്ങാനും പറഞ്ഞാ അത് നിങ്ങൾക്ക് അയ്യം. ഒരു മിനിറ്റ്. നടി ചോദിച്ചു മേടിക്കുന്ന ഒരു തൊട്ടിയെ കാണുന്ന ആദ്യമായിട്ടാ. പറ്റേ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ